ഹായ്, ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സൂര്യകാന്തി പാടം സന്ദർശിക്കാനാണ്. പക്ഷെ തമിഴ്നാട്ടിലല്ല, തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് അടിപൊളി ഒരു സൂര്യകാന്തി തോട്ടമുണ്ട്, അത് നമുക്ക് കാണാം. വെൽക്കം ടു ദ വീഡിയോ. അങ്ങനെ നമ്മൾ ഏകദേശം സൂര്യകാന്തി പാടത്തിനോട് അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള അതിമനോഹരമായ സൂര്യകാന്തി പാടം. ഇവിടെ ഈ ലെഫ്റ്റിൽ കാണുന്ന വഴിയെയാണ് സൂര്യകാന്തി തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടം. സെന്റ് സേവിയേഴ്സ് കോളേജ് കോമ്പൗണ്ടിനകത്താണ് ഇത് വരുന്നത്. സെന്റ് സേവിയേഴ്സ് കോമ്പൗണ്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് വരിക. ഇവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് നടന്ന് പോകാം. കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. നാടൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ കാർഷിക പുഷ്പമേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് 40 രൂപയാണ്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാം. ഞാൻ പറഞ്ഞ ഈ സ്ഥലം വന്നിട്ട് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. ഇവിടെ പച്ചക്കറി, ചോളം, പൂക്കൾ എല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാം. കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ആടാം. മനോഹരമായ കൃഷിഭൂമികൾ കാണാം. ചോളവും തണ്ണിമത്തനൊക്കെ നട്ടിട്ടുണ്ട്. തണ്ണിമത്തൻ, മത്തൻ, അങ്ങനെ ഒരുപാട് കൃഷി ഇവിടെയുണ്ട്. തണ്ണിമത്തനൊക്കെ ഇവിടെ കിടക്കുന്നത് കാണാം. ഇവിടെ കൃഷി ചെയ്യുന്ന പൂക്കളും പച്ചക്കറികളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പച്ചക്കറികളൊക്കെ വാങ്ങാവുന്നതാണ്. നല്ല മനോഹരമായ ഫ്രഷ് പൂക്കളും ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഇവിടുത്തെ ഈ സൂര്യകാന്തി പാടങ്ങളും ജണ്ടുമല്ലിത്തോട്ടവും പച്ചക്കറിത്തോട്ടവും എല്ലാം കാണുമ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും. തമിഴ്നാടിനെ വെല്ലുന്ന രീതിയിലാണ് ഇവിടെ സൂര്യകാന്തി പാടം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ സൂര്യകാന്തി നമുക്ക് എതിർവശമായി തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത് കാരണം വേറൊന്നുമല്ല, സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോൾ അത് സൂര്യൻ്റെ ആ ദിശയിലേക്ക് മാറുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. രാവിലെ കിഴക്ക് സൈഡിലായിരിക്കും ഈ പൂക്കൾ തിരിഞ്ഞു നിൽക്കുന്നത്. സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതുവരെ സൂര്യൻ്റെ ദിശ അനുസരിച്ച് പൂക്കൾ മാറിക്കൊണ്ടിരിക്കും. അതാണ് സൂര്യകാന്തി പൂക്കളുടെ ഒരു പ്രത്യേകത. ഇവിടെ ചെടികൾക്ക് എപ്പോഴും വെള്ളം കിട്ടുന്നതിന് വേണ്ടി ഡ്രോപ്പായിട്ട് വെള്ളം കിട്ടാനായിട്ട് ഒരു ഡ്രോപ്പിംഗ് വാട്ടർ ക്യൂറിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കത്തില്ല. എന്തായാലും നിങ്ങൾ ഈ ഓണത്തിന് എല്ലാവരും
ഇവിടെ വരിക, കുട്ടികളുമായിട്ട് വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാവുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള സ്ഥലമാണ്. ഇത് നഗരത്തിലുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല, അത്രയും പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.